ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡ് വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയുമായിട്ടാണ്. വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനായിട്ട് പറ്റും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് തയ്യാറാക്കുന്നതിനായി ഞാനിവിടെ ഒരു 8 സ്ലൈസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് ബ്രെഡ് ചെറിയ പീസുകളാക്കി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് പൊടിച്ചെടുത്തിട്ട് വരാം. ഇനി ഒരു പരന്ന പാത്രത്തിലേക്ക് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള ബ്രെഡ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇതേ രീതിയിൽ നമ്മൾ ബാക്കിയുള്ള ബ്രെഡും കൂടി പൊടിച്ചെടുക്കാം. അടുത്തതായി ഞാനൊരു ബൗളിലേക്ക് ഒരു 3 ഉരുളക്കിഴങ്ങ് നന്നായി വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ നന്നായി ഒന്ന് ഉടച്ചെടുക്കാം. ഇപ്പോഴിതാ കട്ടകളില്ലാതെ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി 1 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. അടുത്തതായി ഒരു 1/2 ടീസ്പൂൺ ചാട്ട് മസാല ചേർക്കാം. ചാട്ട് മസാല ഇല്ലെങ്കിൽ മാഗി മസാല ചേർക്കാവുന്നതാണ്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഒരു ചെറിയ സവാളയുടെ പകുതി ചെറുതായി അരിഞ്ഞ് ചേർക്കാം. എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർക്കാം. പച്ചമുളകിന് പകരം നിങ്ങൾക്ക് മുളക് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഗ്രേറ്റ് ചെയ്ത ഇഞ്ചി 1/2 ടീസ്പൂൺ ചേർക്കാം. ഈ ചെറുതായി അരിഞ്ഞ മല്ലിയില ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് ക്രംസ് ഇതിലേക്ക് ചേർക്കാം. മുഴുവൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ്ട, കുറച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇത്രയും ബ്രെഡിൻ്റെ പൊടി മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ ചേർത്ത് കൊടുത്തു. ഇനി അല്പം ഉപ്പ് കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കാം. നല്ല രീതിയിൽ പ്രസ് ചെയ്ത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോഴിതാ നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം. നമ്മളിവിടെ ബ്രെഡ് റോളാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് ഒരു റോളിൻ്റെ ഷേപ്പിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ബോൾസ് ആക്കിയോ അല്ലെങ്കിൽ റോളാക്കിയോ ഇനി വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് അറിയാമെങ്കിൽ ആ രീതിയിലും ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇപ്പോൾ ഇതാ ഈ ഒരു അളവിൽ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ നമുക്ക് മറ്റുള്ളവയും കൂടി ചെയ്ത് വയ്ക്കാം. ഇപ്പോഴിതാ മുഴുവൻ മാവും ഞാൻ റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. അടുത്തതായി ഒരു ബൗൾ എടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ മാവും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ചേർക്കാം. നല്ല ക്രിസ്പിയായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് അല്പം ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു കട്ടി കുറഞ്ഞ ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ കട്ടകളൊന്നും ഇല്ലാതെ നല്ല തിന്നായിട്ടുള്ള ഒരു ബാറ്റർ ഉണ്ടാക്കി വയ്ക്കാം. നമ്മൾ റെഡി ചെയ്ത് വെച്ചിട്ടുള്ള റോള് മുക്കിയെടുക്കാനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബ്രെഡ് ക്രംസും എടുത്ത് വയ്ക്കാം. ഇനി നമ്മൾ റെഡി ചെയ്ത് വെച്ചിട്ടുള്ള റോൾ എടുക്കാം. ഇനി ഓരോ റോള് വീതം എടുത്ത് നമ്മൾ ഈ മാവിലേക്ക് ആദ്യം മുക്കിയെടുക്കാം. ഇതേപോലെ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ശേഷം ഈ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ ഇത് പിടിച്ച് കിട്ടും. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതേ രീതിയിൽ ബാക്കിയുള്ള റോൾസും കൂടി തയ്യാറാക്കി വയ്ക്കാം. ഇപ്പോഴിത് മുഴുവൻ റോളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പൊരിച്ചെടുക്കാം. അതിനായി സ്റ്റവിൽ ഒരു കടായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കാനായി വെച്ചു. എണ്ണ നന്നായി ചൂടായതിനു ശേഷം സ്റ്റവിൻ്റെ ഫ്ലെയിം മീഡിയത്തിൽ വയ്ക്കാം. ഇനി ഓരോന്നായി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് നന്നായി മുരിഞ്ഞു വരുമ്പോഴേക്കും നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം.
നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നല്ല ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള ബ്രെഡ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ള റോളും കൂടി ഇതേ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിവിടെ മുഴുവൻ റോളും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ബ്രെഡ് വെച്ചിട്ടുള്ള ഈ ഒരു റെസിപ്പി ഉറപ്പായും കൂട്ടുകാരൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് ബ്രെഡും നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസും ചേർത്താൽ ഇതേപോലെ നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള ബ്രെഡ് റോൾ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ കുട്ടികൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാകും ഈ ബ്രെഡ് റോൾ. അതുപോലെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ ഒരു ബ്രെഡ് റോൾ തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ടും കൂട്ടുകാരൊക്കെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുകയും ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി.